ഹലോ ഹായ്. ഇന്ന് ഞാൻ കാട ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് ഞാൻ മുഴുവനായിട്ടുള്ള 2 കാട എടുത്തിട്ടുണ്ട്, പീസാക്കിയിട്ടൊന്നുമില്ല. ഇതിന് നമുക്ക് മൊത്തമായിട്ട് ഒന്ന് വരയിട്ട് കൊടുക്കണം. അത് വരയിട്ടതിന് ശേഷം അത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. വരയിടുന്നതിൻ്റെ വീഡിയോ ഇതിലേക്ക് വന്നിട്ടില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്. 3 ടീസ്പൂണ് മുളക് പൊടി എടുക്കുന്നുണ്ട്. പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കുറച്ച് നമ്മുടെ എരിവിന് ആവശ്യത്തിനായിട്ടുള്ള കുരുമുളക് പൊടിയും ഇതിൽ ആഡ് ചെയ്യണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു അരമുറി പിന്നെ ചെറുനാരങ്ങ നീര് ആഡ് ചെയ്യാനുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക. എന്നിട്ട് ഈ ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞതിന് ശേഷം ഇത് മൊത്തമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മൊത്തമായിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കേണ്ടതുണ്ട്. മല്ലിച്ചപ്പും കറിവേപ്പിലൊക്കെ കൂടിയിട്ട് നന്നായിട്ട് ഇത് മിക്സ് ആക്കിയിട്ട് പേസ്റ്റ് ആക്കുക. ഇനി ഈ കാട നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് അതിൽ മൊത്തമായിട്ട് ഈ മസാല പിടിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഓരോന്നായിട്ട് ഇതിലിടാം. ഞാനിപ്പോൾ 2 എടുത്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എത്ര കാട വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഈ മസാല നമുക്ക് കൂട്ടിയെടുക്കാവുന്നതാണ്. ഇനി ഇത് മൊത്തമായിട്ട് ഒന്ന് മസാലകൾ തേച്ച് പിടിപ്പിക്കുക. എല്ലാം ഉൾഭാഗത്തൊക്കെ എത്തുന്ന തരത്തിൽ മസാല തേച്ച് പിടിപ്പിക്കുക. മസാലകളൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അത് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു പാൻ എടുത്തിട്ട് ചൂടാക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്തായാലും കുഴപ്പമൊന്നുമില്ല ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിത് വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും സൺഫ്ലവർ ഓയിൽ ആയാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് എല്ലാ മസാലയും കൂടി ബാക്കിയുള്ള മസാലകളെല്ലാം ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ അത് കുറച്ച് ഇതായിട്ടാകുമ്പോൾ നമുക്കത് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ അടച്ചു കൊടുത്തിട്ട് വേവിക്കാം. എന്നിട്ട് അതൊന്ന് എടുത്തിട്ടാകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് ഒന്നുകൂടി അടച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് പിന്നെ തുറന്നു വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാനിതൊന്ന് തിരിച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി ഇത് മറിച്ചിട്ടതിന് ശേഷം ഒന്നുകൂടി അടച്ചു വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ 2ഉം കൂടി മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാൻ അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ കഴിക്കുമ്പോൾ ഉൾഭാഗം വന്നിട്ടില്ല എന്നുള്ള പേടിയൊന്നും വേണ്ട. ഞാൻ അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിക്കൻ വേവിക്കുമ്പോഴായാലും പിന്നെ ചിക്കൻ്റെ ലെഗ് പീസൊക്കെ ഉണ്ടാവൂലേ, അപ്പോൾ അതൊക്കെ വേവിക്കുമ്പോൾ ഇതുപോലെ അടച്ചു കൊടുത്ത് കുറച്ച് സമയം അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ ഇത് അപ്പുറം ഇപ്പുറം തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് മൊരിച്ചെടുത്താൽ തന്നെ നല്ല കറക്റ്റ് വേവിൽ തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്യാൻ വെക്കുമ്പോഴായിരിക്കില്ല, ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞ പോലെ ആയിരിക്കും.
കുറച്ച് നമ്മൾ ഇടുമ്പോ നല്ല ഇറച്ചിയോട് കൂടിയിട്ട് ഇടുക. പക്ഷെ ഇത് ഫ്രൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് അതിന്റെ ഇറച്ചിയൊക്കെ കുറഞ്ഞ പോലെ തോന്നും. അതിന്റെ നെയ്യൊക്കെ വെളിഞ്ഞിട്ട് അതെന്തോ കുറഞ്ഞ പോലെ. പക്ഷെ ഇതിന്റെ കൊഴുത്തും ഇതിന്റെ എല്ലും എല്ലാം നമുക്ക് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഒന്നും കളയേണ്ടി വരില്ല. ചെറിയ ചെറിയ എല്ലിന്റെ പീസ് മാത്രമേ നമുക്ക് കളയേണ്ടി വരൂ. ബാക്കിയെല്ലാം നമുക്ക് കഴിക്കാൻ കിട്ടുന്ന ഒരു ഫ്രൈ ആണ് കേട്ടോ ഇത്. കാട ഫ്രൈ എന്ന് പറയുന്നത് ചിക്കനെക്കാട്ടും കാട ഫ്രൈ നല്ലതാണ് കേട്ടോ. കാട കഴിക്കുന്നത് നല്ലതാണ്. കാടേനെ മുട്ടയും നല്ലതാണ്. മുട്ടേനെക്കാട്ടും ശക്തി കൂടുതലുള്ളത് നമ്മൾ കാടമുട്ടക്കാണ്. അപ്പൊ നമ്മൾ ഇത് രണ്ടും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി അതിന് മുകളിലേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ സവാള അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുക്കുംബർ ഇതൊക്കെ വേണമെങ്കിൽ ഇതിന് മുകളിലായിട്ട്, തക്കാളി ഇതെല്ലാം നമുക്ക് ഇതിന് മുകളിലായിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ കാട ഫ്രൈ ഉണ്ടാക്കിയിട്ടൊക്കെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് നന്നായിട്ട്, വിരുന്നുകാർക്ക് നന്നായിട്ട് ഇഷ്ടാവും. ഞാൻ ഇതിന്റെ മുകളിലായിട്ട് സവാളയും പിന്നെ എൻ്റെ അടുത്ത് കുക്കുംബറൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് അതൊന്നും ഞാൻ ചേർത്തിട്ടില്ല. കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇതിൽ വിതറിയിട്ട് നമുക്ക് മാത്രം കഴിക്കാമല്ലേ, അപ്പോൾ അതിന് കുഴപ്പമില്ല. നമുക്കിത് ചെറുനാരങ്ങ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴിക്കുമ്പോൾ ഈ ചെറുനാരങ്ങ ഇതിൽ പിഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാനുള്ള ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇതൊരു ചെറിയൊരു ചാനലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നെ. അപ്പോൾ നമുക്ക് ഇത്രയേ പറയാനുള്ളൂ. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.